ഹലോ മൈ ഫ്രണ്ട്സ്, ലിസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ പോസ്റ്റേ നമ്മൾ ചിയ സീഡ്സ് കഴിച്ചു കഴിഞ്ഞാൽ മുടി വളരുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും മുടി വളരും കേട്ടോ. കാരണം എന്താണെന്നോ, ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസും മിനറൽസും എല്ലാം നമ്മുടെ മുടി വളർച്ചയെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ റെഗുലറായിട്ട് ചിയ സീഡ്സ് കഴിക്കുന്നവർക്ക് മുടി വളരും, മുടി തിക്നെസ് ഉണ്ടാവും, മുടി നല്ല ഷൈനാവും, നല്ല ബ്രൈറ്റാവും. അതിനൊക്കെ ഉള്ള ഗുണങ്ങൾ ചിയ സീഡ്സിനുണ്ട് കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടാണെന്നോ, ഞാൻ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന പിന്നെ നമ്മുടെ ഹെയറിന് ആവശ്യമായ വൈറ്റമിൻസൊക്കെ പറയാം. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞോട്ടെ, ഇതിൽ ധാരാളമായിട്ട് ഒമേഗ ഫാറ്റി ആസിഡ്സ് പോലുള്ള ഹെൽത്തി ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കാൾപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിന്. ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ നമ്മുടെ സ്കാൾപ്പിലേക്ക് നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളിൽ നിന്ന് വലിച്ചെടുക്കുന്ന പോഷണങ്ങൾ എത്രയും പെട്ടെന്ന് സ്കാൾപ്പിലേക്ക് എത്തിച്ചേരും അല്ലേ. അപ്പോൾ എന്താ സംഭവിക്കണേ, സ്കാൾപ്പിന് ആരോഗ്യം ഉണ്ടാവും, സ്കാൾപ്പിലെ പോഴ്സൊക്കെ നല്ലോണം തുറന്ന് മുടി വളർച്ച അത് ഹെൽപ്പ് ചെയ്യും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗുണം. ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് പോലുള്ള ഫാറ്റി ആസിഡ്സ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതാണ് അപ്പം നമ്മുടെ ഹെയറിന് കിട്ടുന്നത്. അടുത്തതായിട്ട് ഇതിൽ ധാരാളം പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ മുടിയുടെ ഷാഫ്റ്റ് കെരാറ്റിൻ നിർമ്മിതമാണല്ലോ. അപ്പോൾ ഇതിന് ആവശ്യം ആയിട്ടുള്ള പ്രോട്ടീൻ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഗുണമായിട്ട്, അതിൻ്റെ ഫലമായിട്ട് മുടിക്ക് നല്ല ആരോഗ്യം കിട്ടുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആരോഗ്യം കിട്ടുമ്പോൾ എന്താ സംഭവിക്കുക, മുടി വളരുമല്ലേ. അത് എപ്പോഴും പറയുന്നുണ്ടല്ലോ. അതാണ് പിന്നെ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നതുകൊണ്ടുള്ള ഗുണം കേട്ടോ. പിന്നെ ഇതിൽ ധാരാളം സിങ്ക് അടങ്ങിയിട്ടുണ്ട്. സിങ്കിൻ്റെ ഗുണം എന്താണെന്നോ, നമ്മുടെ സ്കാൾപ്പിൽ നാച്ചുറൽ ഓയിൽസ് ഉണ്ടല്ലോ. അപ്പോൾ ഈ ഓയിൽസിനെ മിനിമൈസ് ചെയ്യുന്നതിന് ഏറ്റവും ആവശ്യമായ ഒരു വൈറ്റമിനാണ് സിങ്ക്. അപ്പോൾ ഇത് നമ്മൾ ഇത് ആവശ്യത്തിന് കിട്ടിക്കഴിഞ്ഞാൽ സ്കാൾപ്പിലെ ഡ്രൈനസ് മാറും. ഓക്കെ, സ്കാൾപ്പിലെ ഡ്രൈനസ് മാറിക്കഴിഞ്ഞാലുള്ള ഗുണം മുടിയുടെ തുമ്പ് പൊട്ടിപ്പോവുക, പിന്നെ അതുപോലെ തന്നെ പിന്നെ മുടി ഡ്രൈ ആവുക, സ്കാൾപ്പ് ഡ്രൈ ആയി താരൻ അതുപോലെയുള്ള പ്രശ്നങ്ങൾ വരിക. ഇതെല്ലാം നമ്മൾ സിങ്ക് ആവശ്യത്തിന് ചെന്ന് കഴിഞ്ഞാൽ ഈ പ്രോബ്ലംസ് എല്ലാം നീങ്ങിക്കിട്ടും കേട്ടോ. അതാണ് ഒരു അടുത്തത്. പിന്നെ ഇതിലടങ്ങിയിരിക്കുന്നത് അയൺ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അയണാണ് സാധാരണ നമ്മൾ മുടി വളരുമ്പോൾ അയൺ ഡെഫിഷ്യൻസി, വൈറ്റമിൻ ബി ഡെഫിഷ്യൻസി എന്നൊക്കെ പറയും. അതിന് മുടി കൊഴിച്ചിൽ മാറുന്നതും, മുടി കൊഴിച്ചിൽ മാറുന്നതിനോടൊപ്പം തന്നെ മുടിയുടെ നമ്മൾ പറയില്ലേ നല്ല തിക്കായിരുന്ന ഹെയറായിരുന്നു, ഇപ്പോൾ അതേ ഉള്ളൊക്കെ പോയി വളരെ പിന്നെ ഉള്ളു കുറഞ്ഞ് മോശമായെന്ന് പറയില്ലേ. ഇങ്ങനെ ഒരു കണ്ടീഷൻ ഇല്ലാതിരിക്കുന്നതിന് ഈ അയൺ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അയണിൻ്റെ ഗുണം മുടി കൊഴിച്ചിൽ പോയി തിക്നെസ് നിലനിർത്തുക. അപ്പോൾ അതും ഉണ്ട്, ചിയ സീഡ്സിൽ അടങ്ങിയിട്ടുണ്ട്, അയൺ അടങ്ങിയിട്ടുണ്ട്. പിന്നെ ധാരാളം പലതരത്തിലുള്ള ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോളിക്കിളിനെ പിന്നെ മുടിവേരുകൾക്ക് ആരോഗ്യം അതിലുണ്ടാകുന്ന പല വിധത്തിലുള്ള ഡാമേജ് നമ്മുടെ മുടിവേരുകൾക്ക് വരുവേ. അപ്പോൾ അതിനെ ചെറുത്ത് നിർത്തുന്നതിനും നല്ലതാണ്. പിന്നെ അതോടൊപ്പം തന്നെ പെട്ടെന്ന് മുടി നരയ്ക്കാതിരിക്കുന്നതിനും ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇതിലെന്താണെന്ന് അടങ്ങിയിരിക്കുന്നത് ഫൈബറാണ്. ഫൈബറിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒന്നാന്തരം മോയ്സ്ചറൈസറാണ്. കാരണം നമ്മുടെ പിന്നെ ഡ്രൈനസ് പോയി മുടി പൊട്ടി പോകാതിരിക്കുന്നതിനും അതുപോലെ തന്നെ സ്കാൾപ്പിൻ്റെ ഡ്രൈനസ് പോകുന്നതിനും എല്ലാത്തിനും ഫൈബർ ആവശ്യമാണ്. ഫൈബർ നമുക്ക് ഇതിലടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിൽ മാഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ സ്കാൾപ്പിൻ്റെ ആരോഗ്യത്തിന്, അതായത് പിന്നെ സ്കാൾപ്പ് ഇപ്പോൾ എല്ലാവരുടെയും പ്രശ്നമാണ് ഈ നമ്മുടെ പിന്നെ സ്കാൾപ്പിലുള്ള സുഷിരങ്ങൾ അടഞ്ഞൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ മുടി വരില്ല കേട്ടോ, മുടി വളരില്ല. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനൊക്കെ മാറുന്നതിനും, പിന്നെ ഇത് ആവശ്യത്തിന് പ്രോട്ടീൻ സപ്പോർട്ടും ഈ മാഗ്നീഷ്യം ആവശ്യത്തിനുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. അതാണ് മാഗ്നീഷ്യം ചിയ സീഡ്സിലുള്ളതിൻ്റെ ഗുണം. ഇനി കാൽസ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ സെൽസിൻ്റെ പിന്നെ പുതിയ സെൽസ് വരുന്നതിനും സെൽസിൻ്റെ ആരോഗ്യത്തിനും എല്ലാത്തിനും ടിഷ്യൂസിൻ്റെ ആരോഗ്യത്തിനും എല്ലാത്തിനും കാൽസ്യം വേണം അല്ലേ.
അപ്പോൾ കാൽസ്യം ഇതിലടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എന്തുകൊണ്ടാണ് ചിയാ സീഡ്സ് മുടി വളരുന്നതിന് നല്ലതാന്ന് പറയുന്നത്? കാര്യം പിടികിട്ടിയല്ലോ എല്ലാവർക്കും. അപ്പോൾ എല്ലാവരും ചിയാ സീഡ്സ് വാങ്ങുക, കഴിക്കുക. ഇതെങ്ങനെയാണെന്നോ കഴിക്കേണ്ടത്? നിങ്ങളിപ്പോൾ ഓട്സ് കഴിക്കുന്നവരാണെങ്കിൽ രാവിലെ നിങ്ങൾക്ക് ഒരു സ്പൂൺ അതിൽ കഴിക്കാം. പിന്നെ നിങ്ങൾ സാലഡ് കഴിക്കുന്നവരാണെങ്കിൽ അങ്ങനെ കഴിക്കുക. എങ്ങനെ വേണമെങ്കിലും വെറുതെ വെള്ളത്തിലിട്ട് നമുക്ക് ഒരു അരമണിക്കൂറൊക്കെ വെള്ളത്തിലിട്ട് നമുക്കത് കുടിക്കാം. അങ്ങനെ ഒത്തിരി വഴികളുണ്ട് ചിയാ സീഡ്സ് നമുക്ക് കഴിക്കാൻ കേട്ടോ. പിന്നെ ഇതിൻ്റെ വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. ഇനിയിപ്പോൾ എല്ലാവരും ചോദിക്കും, രാത്രി കുടിക്കണോ വൈകിട്ട് കുടിക്കണോ, ഏതാണ് മുടി വളർച്ചേനെ സഹായിക്കണേ? രണ്ടും മുടി വളർച്ചേനെ സഹായിക്കും. കാരണം എന്താണെന്നോ, രാവിലെ കുടിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിറയെ ഫൈബർ ഉണ്ടല്ലോ. ഒന്നാമത്തെ കാര്യം നമുക്ക് നല്ല എനർജി കിട്ടും. എനർജി കിട്ടുമ്പോൾ നമ്മുടെ ഈ സെൽസിൻ്റെ ഒക്കെ സെൽസൊക്കെ നന്നായിട്ട് മെറ്റബോളിസം നന്നായിട്ട് പ്രവർത്തിക്കുന്നതിന് നല്ലതാണ്. അപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ ഓൾറെഡി നമുക്കറിയാമല്ലോ, നമ്മുടെ സ്കാൾപ്പിൽ ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ അത് ഹെയർ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യും, മുടി വളരുന്നതിന് ഹെൽപ്പ് ചെയ്യും അല്ലേ. അതാണ് നമ്മൾ രാവിലെ പിന്നെ വേറൊരു ഗുണമുണ്ട് കേട്ടോ, നമുക്ക് വിശപ്പ് കുറയും. അപ്പോൾ ഇനി തടി കുറയണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ നല്ലതാണ്. ഡൈജഷനും നന്നായിട്ട് ദഹന പ്രക്രിയയൊക്കെ നന്നായിട്ട് നടക്കുന്നതിന് എല്ലാത്തിനും നമുക്ക് ഇത് രാവിലെ കഴിക്കാം. ഇനി നിങ്ങൾ വൈകിട്ടാണ്, ഇനിയിപ്പോൾ രാത്രി നിങ്ങൾക്ക് രാവിലെ സമയമില്ല, നിങ്ങൾ വൈകിട്ടാണ് കഴിക്കണമെങ്കിലുള്ള ഗുണം എന്താണെന്നോ, നമ്മുടെ സ്കിന്നിൽ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ഉറങ്ങിക്കഴിയുമ്പോഴാണ് പുതിയ സെൽസ് വരുന്നതിനും അതുപോലെ ഒത്തിരി നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഈ സമയത്താണ്. അപ്പോൾ ഇതിനാവശ്യമുള്ള ഊർജം കേട്ടോ, ഇതിനാവശ്യമുള്ള ഊർജം നമുക്കിത് കിട്ടും. നൈറ്റിൽ കഴിക്കുന്നതുകൊണ്ട് ഗുണം മനസ്സിലായല്ലോ. പിന്നെ ഒന്നും കൂടി ഉണ്ട് കേട്ടോ, നല്ല നറിഷാവും, നല്ല പോഷണം കിട്ടി മുടിയൊക്കെ നല്ല നറിഷാവുന്നതിനും. പിന്നെ രാത്രിയിലാണല്ലോ നമ്മുടെ സ്കിന്നിലുള്ള സെൽസിൻ്റെ റിപ്പയറൊക്കെ നടക്കുന്നത്. അപ്പോൾ അതെല്ലാം നടക്കുന്നതിനുള്ള ഊർജം എനർജി കിട്ടുന്നതിനും രാത്രി കഴിക്കുന്നത് വളരെ എഫക്റ്റീവാണ്. പിന്നെ നിങ്ങൾക്ക് ജ്യൂസിലൊക്കെ ഇട്ട് കുടിക്കാം കേട്ടോ, അത് ഞാൻ നേരത്തെ പറഞ്ഞില്ല എന്നുള്ളൂ. ഇപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ ലെമൺ ജ്യൂസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ജ്യൂസ് ഈ സമയത്ത് കഴിക്കുന്നവരാണല്ലേ. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ഇട്ട് കഴിക്കാം കേട്ടോ. 10 മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് നമ്മൾ ജ്യൂസിലോ പിന്നെ എന്തുവാ നമ്മൾ കോക്കനട്ട് വാട്ടർ, പച്ചവെള്ളം, എങ്ങനെ വേണമെങ്കിലും ഓട്സ് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കിത് അകത്താക്കാം കേട്ടോ. അതാണ് ചുരുക്കി പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ഗുണം നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായാലും എന്തുകൊണ്ടാണ് ചിയാ സീഡ്സ് കഴിച്ചാൽ നിങ്ങളുടെ മുടി വളരുമെന്ന് പറയുന്നതിൻ്റെ കാരണം എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ വായിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയറും ചെയ്യുക. ഓക്കെ എന്നാൽ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.